ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി ഹരിപ്പാട് സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മോഡറേറ്ററായി. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ ഹരിപ്പാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ഇസ്ലാമിക മതസംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന വിഭാഗങ്ങളിലുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയുമാണ് ചെയ്യുന്നതെന്ന് സെമിനാർ പ്രമേയത്തിലൂടെ അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശിൽ ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടും എതിരും ഏതിനും പ്രസ്താവനകൾ ഇറക്കുന്ന കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വം മൗനത്തിലാണ് എന്നതാണ് ഏറ്റവും വലിയ ഭീകരതയെന്ന് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കൺവീനർ KR സുബ്രഹ്മണ്യം സെമിനാറിൽ പറഞ്ഞു. ഞാനൊരു ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചു. ആന്റി ടെററിസം സൈബർ എന്നിട്ട് ആദ്യത്തെ റിപ്പോർട്ട് കുറിച്ചു. ഐഷ സുൽത്താനയുടെ രാജ്യദ്രോഹ പരാമർശത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ 14 ഫോൺ കോളുകൾ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഫോൺ കോളുകൾ. അന്ന് വരെ കേരളത്തിന്റെ പത്രമാധ്യമ മേഖലകളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒന്നും പദം പോലും ആരും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂർ കൊണ്ട് കൺഫൈൻ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു: 9562009318 എന്ന ഫോൺ നമ്പറിൽ വന്ന 14 കോളുകൾ കേരളത്തിലും കോയമ്പത്തൂരിലും കോഴിക്കോടിലെ മലപ്പുറത്തും കോഴിക്കോടും തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ടിലും കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ഉള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നാണ് ഈ കോളുകൾ വന്നത്. നിങ്ങൾക്ക് ആ 2021 പോകണം. ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ ഒന്നാമത്തെ റിപ്പോർട്ടാണ്. ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക്, ISIS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക്, ISKP ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് സമാന്തര ടെലിഫോൺ സംവിധാനമുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മോഡറേറ്ററായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് സെക്രട്ടറി I ഹലീൽ, ശ്രേയസ്, നഗരസഭാ കൗൺസിലർ സുഭാഷിണി, റിട്ടയർഡ് കേണൽ R മോഹൻ, ഭാരതീയ വിചാരകേന്ദ്രം മീഡിയ കോർഡിനേറ്റർ J മഹാദേവൻ, മേഖലാ സെക്രട്ടറി PS സുരേഷ് എന്നിവർ സംസാരിച്ചു. ഗാന്ധി സ്ക്വയറിൽ ആർട്ടിസ്റ്റ് സുരേഷ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനം ആസ്പദമാക്കി തത്സമയ ചിത്രരചനയും നടത്തി. നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു. CDNet ന്യൂസ് ഹരിപ്പാട്.